ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. കാനഡയിൽ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക്. എയർ ഇന്ത്യയുടെ വിമാനം കാനഡയിലെ സിക്കോടും ഭീകരന്മാർ ബോംബ് വെച്ച് തകർത്ത സംഭവത്തിലാണ് ഇപ്പോൾ ഇന്ത്യ കാനഡയിൽ വൻ സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്തെത്തുന്നത്. 1985 എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനമാണ് സിക്കോടും ഭീകരന്മാർ 37,000-ഓളം അടി ഉയരത്തിൽ വെച്ച് തകർത്ത് കളഞ്ഞത്. ഇതിന് പിന്നാലെ പാർലമെന്റിൽ ഈ സിക്കോടും ഭീകരന്മാർക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിച്ച് കാനഡ മൗനമൊക്കെ ആചരിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് സ്ട്രൈക്കുമായി രംഗത്തെത്തുന്നത്. സിഖ് ഭീകരന്മാർ കൊലപ്പെടുത്തിയ ആളുകൾക്ക് കാനഡയിൽ അനുസ്മരണ സമ്മേളനം ആഹ്വാനം ചെയ്തതൊക്കെ ഇന്ത്യൻ എംബസിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യ പിളർത്തി ഖാലിസ്ഥാൻ എന്ന രാജ്യമുണ്ടാക്കാൻ ഭിത്രൻ ബാലയുടെ നേതൃത്വത്തിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ഭാഗമായിരുന്നു 1985 എയർ ഇന്ത്യ വിമാനം ബോംബ് വെച്ച് ആകാശത്ത് തകർത്ത് കളഞ്ഞത്. അതായത് എയർ ഇന്ത്യ വിമാനം സിഖ് ഭീകരന്മാർ തകർത്തപ്പോൾ 329 നിരപരാധികളായ യാത്രക്കാരും വിമാന ജീവനക്കാരും അടക്കമാണ് മരണപ്പെട്ടത്. 37,000 അടി ഉയരത്തിൽ പറന്ന വിമാനത്തിൽ നിന്നും യാത്രക്കാരുടെ അവശിഷ്ടങ്ങൾ പോലും വീണ്ടെടുക്കാൻ സാധിച്ചില്ല. അത്രത്തോളം ഒരു ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു അന്ന് കാനഡയിലെ സിഖ് ഭീകരന്മാർ നടത്തിയത്. മാത്രമല്ല, ആഗോള സിവിൽ ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഒരു ഭീകരതയുമായി ബന്ധപ്പെട്ട ഒരു വ്യോമാക്രമണം തന്നെയാണ് ഇവർ അന്ന് നടത്തിയത്. ഇപ്പോൾ കാനഡയുടെ ഖാലിസ്ഥാൻ പ്രേമത്തിന് മറുപടിയായി 1985 വിമാനം ഇതേ ഭീകരന്മാർ തകർത്തത് കുത്തിപ്പൊക്കി കണക്ക് ചോദിക്കുകയാണ് കാനഡയിലെ ഇന്ത്യൻ എംബസി. ഇന്ത്യ പരതുന്ന ഖാലിസ്ഥാൻ ഭീകരൻ കാനഡയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് ഖാലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ സ്മരണയിൽ കനേഡിയൻ പാർലമെന്റ് മൗനം ആചരിച്ചതിനെതിരെ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ മറുപടി നൽകുന്നത്. അതായത് ഇന്ത്യക്കെതിരായ ഭീകരനെ സ്തുതിക്കാൻ കാനഡ പാർലമെന്റ് തയ്യാറായപ്പോൾ ഖാലിസ്ഥാൻ ഭീകരവാദികൾ 1985 കൊലപ്പെടുത്തിയ 329 വിമാനയാത്രക്കാർക്ക് അനുസ്മരണം ഇന്ത്യയും സംഘടിപ്പിക്കുന്നു. എല്ലാം നടക്കുന്നത് കാനഡയുടെ മണ്ണിൽ എന്നതും ശ്രദ്ധേയം. അതായത് എയർ ഇന്ത്യ വിമാനം 182 കനിഷ്ക എന്ന എയർ ഇന്ത്യ വിമാനം 329 നിരപരാധികൾ കൊല്ലപ്പെട്ടതിന്റെ 30ാം വാർഷികമാണ്. അതായത് എയർ ഇന്ത്യ വിമാനം കനിഷ്ക 329 നിരപരാധികൾ കൊല്ലപ്പെട്ടതിന്റെ 39ാം വാർഷികമാണ്. 86 കുട്ടികൾ ഉൾപ്പെടെ മരിച്ചതിന്റെ 39ാമത് വാർഷികമാണ് കനേഡിയൻ ഇന്ത്യൻ കോൺസുലേറ്റ് അനുസ്മരിക്കുന്നത്. സിവിൽ ഏവിയേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഭീകരതയുമായി ബന്ധപ്പെട്ട വ്യോമാക്രമണത്തിൽ പ്രതിഷേധിക്കാനും മരിച്ചവരെ ഓർക്കാനും എല്ലാ ആളുകളും ജൂൺ 23 വൈകിട്ട് 7:30 സ്റ്റാൻലി പാർക്കിന്റെ സർപ്പിളിൽ പ്ലേ ഗ്രൗണ്ടിൽ എത്തിച്ചേരാനാണ് നിർദ്ദേശം. ഇവിടെ എയർ ഇന്ത്യ മെമ്മോറിയൽ സർവീസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. തീവ്രവാദത്തിനെതിരെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ഡയസ്പോറിലെ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ്. കനേഡിയൻ സിഖ് ഭീകരർ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ മോൺട്രിയലിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ഭൂമിയിൽ നിന്ന് 35,000 അടി ഉയരത്തിൽ പൊട്ടിത്തെറിച്ചിരുന്നു. സംഭവത്തിൽ കൊല്ലപ്പെട്ട 329 യാത്രക്കാരിൽ 268 പേർ കനേഡിയൻ പൗരന്മാരും 27 ബ്രിട്ടീഷ് പൗരന്മാരും 24 ഇന്ത്യൻ പൗരന്മാരുമാണ് ഉൾപ്പെടുന്നത്. വ്യോമയാന ഭീകരതയുടെ ഏറ്റവും മാരകമായ പ്രവർത്തനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ബോംബാക്രമണം. കാനഡയിലെ സിഖ് ഭീകരന്മാർ തന്നെയാണ് അന്ന് വിമാനം തകർത്തത്. ഇപ്പോൾ ഖാലിസ്ഥാനികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ അഭയ കേന്ദ്രം കാനഡയാണ്. ഇന്ത്യയിൽ നിന്നും ഭീകരവാദം നടത്തിയ അഭയാർത്ഥികളെ കാനഡയിൽ എത്തിയവർക്ക് അവിടെ പൗരത്വവും പാസ്പോർട്ട് നൽകിയാണ് കാനഡ സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഇക്കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് കൊളംബിയയിലെ ഗുരുദ്വാരയ്ക്ക് പുറത്തുവെച്ച് വെടിയേറ്റാണ് നിജാറിന്റെ മരണം. നിജാറിന്റെ ഈ സ്മരണയിൽ കനേഡിയൻ പാർലമെന്റ് ഒരു നിമിഷം മൗനം ആചരിച്ചതുമൊക്കെ ഇന്ത്യയെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുകയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള കനേഡിയൻ ഭരണകൂടം കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാർ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് തന്നെ ആരോപിച്ചു. അവയെ പ്രചോദിതവും അസംബന്ധവുമാണെന്ന് വിശേഷിപ്പിച്ചു. ഉഭയകക്ഷി ബന്ധങ്ങൾ അതോടെ അറ്റുപോയിരിക്കുന്നു. നിജാറിന്റെ കൊലപാതകം റോയൽ കനേഡിയൻ മൗണ്ട് പോലീസ് അന്വേഷിക്കുകയും 4 ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഖാലിസ്ഥാൻ ഭീകരൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിൽ ഇനിയും ഇന്ത്യൻ ഏജൻസികളുടെ പങ്ക് കനേഡയ്ക്ക് തെളിയിക്കാനായിട്ടില്ല. കനേഡിയൻ പാർലമെന്റ് അംഗങ്ങൾ ഹൗസ് ഓഫ് കോമൺസിൽ മൗനം പാലിക്കുന്നതായി വാർത്താ ഏജൻസിയായ IANS പുറത്തുവിട്ട വീഡിയോയിൽ കാണാം. സ്പീക്കർ ഗേഗ് ഫഗസ് സ്മാരകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സഭയിലെ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചയെ തുടർന്ന് 1 വർഷം മുൻപ് ബ്രിട്ടീഷ് കൊളംബിയയിലെ സെറയിൽ കൊല്ലപ്പെട്ട ഹർദീപ് സിംഗ് നിജാറിന്റെ സ്മരണയ്ക്കായി ഒരു നിമിഷം മൗനം ആചരിക്കാൻ ഒരു കരാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും കാനഡയ്ക്കെതിരെയും കാനഡയിലെ ഖാലിസ്ഥാനികൾക്കെതിരെയും അവിടുത്തെ ഇന്ത്യക്കാർ തന്നെ ഇപ്പോൾ സംഘടിക്കുന്നു. കാനഡയുടെ മണ്ണിൽ വെച്ച് തന്നെ ഖാലിസ്ഥാനികളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കോൺസുലേറ്റും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.